പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ ഒരു നല്ല പ്രഭാതത്തിൽ ദൈവത്തോടൊപ്പം, ദൈവവചനത്തോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിങ്കല് ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ദൈവിക വാഗ്ദത്തമുള്ളവരാണ്, നിങ്ങൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്, നിങ്ങൾ കർത്താവായ യേശുവിൽ അനുഗ്രഹത്തോടെ ജീവിക്കുന്നവരാണ്. പല ആളുകളും നോക്കുമ്പോൾ പല അഭിപ്രായങ്ങളും നിങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകാം. ഏതൊരു വ്യക്തിയും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും രണ്ട് അഭിപ്രായക്കാരുണ്ടാകാം. അത് നന്നായിരുന്നു എന്ന് പറയാനും നല്ലതല്ലായിരുന്നു എന്ന് പറയാനും, ചിലർ കുറ്റം പറയാനും വിമർശിക്കുവാനും ഒക്കെ ഉണ്ടാകും. എന്നാൽ അവിടെ എല്ലാം നടുവില് സ്വർഗത്തിലെ ദൈവം കർത്താവിൽ ആശ്രയിക്കുന്നവരെ വളരെ വിജയകരമായി തന്നെ നടത്താൻ കഴിയുന്നവനും നടത്തുന്നവനുമാണ് എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 25-26 വാക്യങ്ങളാണ്. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്നോ? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, കർത്താവായ യേശുവിന്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്ന്, എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചതിന് യേശു കർത്താവ് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയും എന്ന് യേശു പറഞ്ഞിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യരിൽ നിന്നാണോ എന്ന് ചോദിച്ചതിന് കേൾവിക്കാരായവര് അവരുടേതായിരിക്കുന്ന ഒരു ചിന്തയ്ക്കകത്ത് നിന്നുകൊണ്ട് യേശുവിനോട് എന്താണ് പറയേണ്ടത് എന്നത് അവർ ചിന്തിക്കുകയാണ്. എന്നോട് പറഞ്ഞാൽ അവർ തമ്മിൽ ആലോചിച്ചു. യേശുവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഈ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും ഒക്കെ മറുപടി പറയാൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത് എന്ന് യേശു നമ്മോട് ചോദിക്കുമെന്ന് അവർ ചിന്തിക്കുകയാണ്. എന്നിട്ട് മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, നാം എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. 27-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാൻ ഇതെന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് അറിയാമായിരുന്നു, എന്നാൽ അവരത് പറയാൻ മടിച്ചു. കാര്യം യേശുവിനോടുള്ള വിരോധമായിരുന്നു. പ്രിയമുള്ളവരെ, യേശുവിനോടുള്ള വിരോധം കാരണം അവർ ദൈവിക സത്യങ്ങളെ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് സാധ്യമാകുന്നില്ല. യോഹന്നാനെ ദൈവം അയച്ചതാണ്. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നതാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്ക് വഴിയൊരുക്കാൻ. ദൈവമാണ് യോഹന്നാനെ, സ്നാപക യോഹന്നാനെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്ക് മുൻപേ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം അയക്കുന്നത്. യോഹന്നാൻ ശക്തമേറിയ ശുശ്രൂഷകൾ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ജനത്തിന് ഇത് അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജനത്തിന് അത്
പരസ്യമായി പ്രഖ്യാപിക്കുവാനും പറയുവാനും ഈ മൂപ്പന്മാർക്കും മഹാപുരോഹിതന്മാർക്കും ഒക്കെ വളരെ പ്രയാസമുണ്ടാകുവാനായിട്ട് ഇടയായി. പ്രിയമുള്ളവരെ, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നിങ്ങൾ ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നവരാണ്. നിങ്ങളുടെ ആത്മീയതയെ, നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരാരും അംഗീകരിച്ചില്ലല്ലോ. മറ്റുള്ളവർ ചിലരൊക്കെ വിമർശിക്കുവാനിടയായാലും, ചിലർ അത് ദൈവികമല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ എഴുന്നേറ്റാലും, യേശുക്രിസ്തുവും യോഹന്നാനുമൊക്കെ വിജയകരമായി അവരുടെ ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ധൈര്യത്തോടെ അവർ മുൻപോട്ട് ചുവടുകൾ വെച്ച് അവരുടെ ശുശ്രൂഷകൾ നിവർത്തീകരിച്ചെടുക്കാൻ ഇടയായി. കർത്താവായ യേശു എന്തിനാണോ ഭൂമിയിലേക്ക് വന്നത്, താൻ ദൈവമായിരിക്കുന്ന നമ്മുടെ കർത്താവ് എന്തിനാണോ ഭൂമിയിലേക്ക് വന്നത്, ആ ദൗത്യം ഈ നിഷേധിക്കുന്ന ആളുകളുടെ നടുവിൽ തന്റെ ദൗത്യം നിവർത്തീകരിച്ചു. യോഹന്നാൻ സ്നാപകനും അങ്ങനെ തന്നെയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധനയിലെ ജീവിതം, കർത്താവിലുള്ള ജീവിതം, ശുശ്രൂഷകന്മാരായിരിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകളെ ഒക്കെ പലരും ഉൾക്കൊണ്ടില്ലെങ്കിലും ഉൾക്കൊണ്ടാലും, വിമർശിച്ചാലും വിമർശിച്ചില്ലെങ്കിലും, പരാതി പറഞ്ഞാലും പരാതി പറഞ്ഞില്ലെങ്കിലും, നിങ്ങളുടെ ശുശ്രൂഷകളെ നിവർത്തിച്ചെടുക്കാൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജീവിത വാഗ്ദത്തങ്ങളെ നിവർത്തീകരിച്ചെടുക്കാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പല വിമർശനങ്ങൾക്കിടയിലും അംഗീകരിക്കപ്പെടാതെ കിടക്കുന്ന ജീവിതങ്ങൾക്കിടയിലും ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷകൾ നിവർത്തീകരിച്ചെടുക്കാൻ, വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ചെടുക്കാൻ, ദർശനങ്ങൾ പൂർത്തീകരിക്കാൻ ദൈവം ഈ മാസം നിന്റെ കുഞ്ഞുങ്ങളെ വീണ്ടും സഹായിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതമാകട്ടെ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നന്ദി. മഹത്വമെല്ലാം ദൈവത്തിനാണ്. വേണ്ടുന്ന കൃപ നൽകി, ശക്തി നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കും. പുതുവഴികളെ തുറന്ന് പുത്രനെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ ശുശ്രൂഷകളോ യോഹന്നാന്റെ ശുശ്രൂഷകളോ ഒക്കെ അംഗീകരിക്കാൻ കഴിയാത്ത പലരും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ നടുവിൽ തങ്ങളുടെ ശുശ്രൂഷകൾ അവർ നിറപടിയായി നിവർത്തീകരിച്ചെടുത്തു. പ്രിയമുള്ളവരെ, നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വിജയകരമായിട്ട് നിങ്ങളെ നടത്തും. കർത്താവിന്റെ പദ്ധതികൾ നിവർത്തീകരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.